രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തതിനെ ചൊല്ലി പാലക്കാട്ട് പ്രതിഷേധം. ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുലിനെ രഹസ്യമായി ഉദ്ഘാടനത്തിനെത്തിച്ചെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐയും സിഐടിയും ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു. പരസ്യമായി പൊതുപരിപാടികൾക്ക് എത്തിയാൽ രാഹുലിനെ തടയുമെന്ന് ബിജെപി പറഞ്ഞു. ഈ പാത്തും പതുങ്ങിയും ഇരുട്ടിൻ്റെ മറവിൽ ആരെയും അറിയിക്കാതെയുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആകെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 5-6 പേരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് സർക്കാർ തന്നെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മന്ത്രി തന്നെ ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു MLA-ക്കും രാഷ്ട്രീയ കേരളത്തിൽ ഇത്തരം ഗതികെട്ടൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ രഹസ്യമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉദ്ഘാടനം, ഒരു ഫ്ലാഗ് വീശി അപ്പം തന്നെ ഇവിടെ നിന്ന് കടന്നിരിക്കുകയാണ്. MLA എന്ന നിലയ്ക്ക് ഒരു പൊതുപരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, അദ്ദേഹം മാറി നിൽക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പട്ടാളം പുരുഷീൻ്റെ വീട്ടിലേക്ക് ജഗദീഷ് ശ്രീകുമാർ കയറിപ്പോകുന്നത് പോലെ തലയിൽ മുണ്ടിട്ട് ആളുകളെ കബളിപ്പിച്ച് വഞ്ചിട്ട് ഒരു MLA കടന്നു വരുന്ന കാഴ്ചയാണ്. DYFI പറയുന്നു, ഒരു നോട്ടീസ് അടിച്ച് ഒരു ബോർഡ് വെച്ച് ഒരു പൊതുപരിപാടിയിൽ ഉദ്ഘാടകനായി MLA എന്ന നിലയ്ക്ക് പങ്കെടുക്കാൻ പാലക്കാട്ടെ MLA-യെ DYFI വല്ലു. അപ്പോൾ നമുക്ക് കാണാം. ഇക്ബാൽ അർക്കലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഇക്ബാൽ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാക്കുമെന്നൊക്കെയായിരുന്നു BJP-യും ഒക്കെ ഉണ്ടായിരുന്നത്. അതായത് അന്ന് നമുക്കറിയാം, ദിവസങ്ങൾക്ക് ശേഷം ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം രാഹുൽ എത്തിയപ്പോഴും വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നതും കണ്ടതാണ്. പക്ഷേ ഇന്നലെ സർക്കാർ പരിപാടിയിലാണ് രാഹുൽ പങ്കെടുത്തത്. ഇതറിഞ്ഞില്ല. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം. അത് കോൺഗ്രസിന്റെ അകത്ത് തന്നെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടല്ലേ? തീർച്ചയായും ശ്രുതി, അതായത് ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ആരോപണങ്ങളും വിവാദങ്ങളെല്ലാം നേരിടുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് KSRTC-യിലേക്ക് എത്തുകയും പാലക്കാട് ബാംഗ്ലൂരു പുതിയ KSRTC-യുടെ AC സർവീസ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തത്. ഇതിനെ ചൊല്ലി പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് നടന്നത്. രഹസ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് KSRTC അധികൃതർ എത്തിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് BJP ആദ്യ രംഗത്തേക്ക് എത്തുന്നു. അതിന് പിന്നാലെ DYFI-യും CITയും ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഓഫീസ് ഉപരോധിക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. യാതൊരു രീതിയിലുള്ള അറിയിപ്പ് മാധ്യമങ്ങൾക്കോ അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കോ ജീവനക്കാരുടെ സംഘടനകൾക്കോ നൽകാതെ KSRTC-യിലെ ചില അധികൃതർ രാഷ്ട്രീയം കളിച്ചുകൊണ്ടാണ് രാഹുലിനെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി എത്തിച്ചതെന്നുള്ളതായിരുന്നു പ്രധാനമായും ആരോപണത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഏതായാലും അതിന് പിന്നാലെ വലിയ രീതിയിലൊരു ഉപരോധം നടക്കുന്നു, പ്രതിഷേധം നടക്കുന്നു. ഇനി ഇത്തരത്തിൽ ഒളിച്ചും പാത്തും പതുങ്ങിയുമെന്ന അല്ലാതെ നോട്ടീസ് അടിച്ചും അതുപോലെ തന്നെ പ്രത്യക്ഷമായി ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽ തയ്യാറായാൽ കടുത്ത പ്രതിഷേധം രാഹുൽ നേരിടേണ്ടി വരുമെന്നുള്ളതാണ് BJP-യും അതുപോലെ തന്നെ DYFI-യും ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനിടയിലാണ് കോൺഗ്രസിനകത്ത് ഉൾപ്പെടെ ഇപ്പോൾ രാഹുലിന്റെ ഈ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ചില നേതാക്കളെ മാത്രമാണ്, അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് നേതാക്കൾ മാത്രമാണ് ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. MLA പങ്കെടുക്കുന്ന പരിപാടിയിൽ പല നേതാക്കളെയും അറിയിച്ചില്ല. പല നഗരസഭാ അംഗങ്ങളെയും CITയും ഒക്കെ വ്യക്തമാക്കുന്നത്. ഇക്ബാൽ അർക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.